നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം. ഇനി രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം. ആഗോള ധാർമ്മിക പുനരുജ്ജീവനം അഥവാ മാറ്റത്തിന്റെ ഉറവിടം. ഈ പ്രസ്ഥാനത്തിന്റെ കാതൽ എന്താണെന്ന് ഈ ഒരു വരിയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കുക. പുരാതന ഇന്ത്യൻ പൈതൃകത്തിന്റെ വെളിച്ചത്തിൽ ധാർമ്മിക ആത്മീയ പുനരുജ്ജീവനത്തിനായുള്ള യുഗനിർമ്മാണ യോജനയുടെ ഒരു ആഗോള പ്രസ്ഥാനത്തിന്റെ സവിശേഷ കേന്ദ്രമായും ഉറവിടമായും ശാന്തികുഞ്ച് വർഷങ്ങളായി ഉയർന്നു വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ശാന്തികുഞ്ച് എന്നത് കേവലം ഒരു സ്ഥലമല്ല, അതൊരു വലിയ ആത്മീയ ഊർജ്ജ കേന്ദ്രമാണ്. ലോകമെമ്പാടുമുള്ള മനുഷ്യന്റെ ധാർമ്മിക മൂല്യങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള കുതിച്ചൊഴുകുന്ന ഒരു നദിയായാണ് ഇത് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ യുഗനിർമ്മാണ യോജന? കേവലം ആശയങ്ങൾ മാത്രമല്ല, ഇതൊരു വ്യക്തമായ ആക്ഷൻ പ്ലാനാണ്. ധാർമ്മിക ആത്മീയ പുനരുജ്ജീവനത്തിലൂടെ ഒരു പുതിയ യുഗത്തെ കെട്ടിപ്പടുക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഇവിടെ ഏറ്റവും നിർണായകമായ ഒരു കാര്യമുണ്ട്. അതാണ് വിചാരക്രാന്തി അഥവാ ചിന്താവിപ്ലവം. കാരണം മനുഷ്യന്റെ ചിന്തകളിൽ മാറ്റം വരുത്താതെ അവന്റെ പ്രവർത്തികളിലോ സമൂഹത്തിലോ ഒരു ചെറിയ മാറ്റം പോലും കൊണ്ടുവരാൻ നമുക്ക് സാധിക്കില്ല. ഒരാളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണരേണ്ട ഏറ്റവും തിളക്കമുള്ള ഒരു ആത്മീയ പ്രകാശമാണിത്. ചിന്തകൾ നന്നാകുമ്പോൾ സ്വഭാവം നന്നാകുന്നു, സ്വഭാവം നന്നാകുമ്പോൾ വ്യക്തി നന്നാകുന്നു. വളരെ ലളിതമാണെങ്കിലും എത്ര ആഴത്തിലുള്ള ആശയമാണിതെന്നോ. മൂന്നാമത്തെ ഭാഗം ആന്തരിക കഴിവുകൾ മെച്ചപ്പെടുത്തലും അതിനായുള്ള